വെളുത്ത സ്വർണമെന്നാണ് ലിഥിയത്തെ ലോകം വിളിക്കുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളം അവഗണിക്കപ്പെട്ട മൂലകം. പാഴ്വസ്തുവിനെ പോലെ കെമിക്കൽ ലബോറട്ടറികളിലെ മിനറൽ ഓയിലിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചിരുന്ന ലിഥിയം ഇന്ന് മനുഷ്യന്റെ യാത്രകളെ മാറ്റിമറിച്ചിരിക്കുന്നു. അത് കുഴിച്ചെടുക്കാൻ വേണ്ടി നമുക്കറിയാത്ത യുദ്ധങ്ങൾ നടക്കുന്നു. ആരുടെ കയ്യിലാണോ കൂടുതൽ ലിഥിയം അവർ ലോകം ഭരിക്കുമെന്നുള്ള പറച്ചിൽ വരെ എത്തി. ഇതെല്ലാമാണ് ആ ലോഹത്തിന്റെ കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. 1817 സ്വീഡിഷ് കെമിസ്റ്റ് ജോഹാൻ ഓഗസ്റ്റ് ആർഫിഡ്സൺ ആണ് ലിഥിയം വേർതിരിച്ചെടുത്തത്. സ്റ്റോക്ക്ഹോമിനടുത്തുള്ള ഉട്ടോ ദ്വീപിൽ നിന്ന് ആർഫിഡ്സണ് ഒരു വലിയ പെറ്റലൈറ്റ് കല്ല് കിട്ടി. ലാബിൽ കൊണ്ടുവന്ന് സ്പ്ലിറ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതുവരെ കാണാത്ത ഒരു ആൽക്കലി ലോഹം ആ പെറ്റലൈറ്റ് കല്ലിൽ കണ്ടു. പുതിയ ലോഹത്തെ കല്ല് എന്നർത്ഥമുള്ള ഗ്രീക്ക് ഭാഷയിലെ ലിത്തോസ് എന്ന വാക്ക് ചേർത്ത് അദ്ദേഹം പേരിട്ടു ലിഥിയം. ആർഫിഡ്സണ് ലിഥിയത്തെ പ്യുവർ മെറ്റാലിക് ഫോമിൽ വേർതിരിച്ചെടുക്കാൻ പറ്റിയില്ല. 1818 ബ്രിട്ടീഷ് കെമിസ്റ്റ് സർ ഹംഫ്രി ഡേവിയും അഗസ്റ്റസ് മത്യാസനും ഇലക്ട്രോളിസിസിലൂടെയാണ് ലിഥിയം ക്ലോറൈഡ് ഉരുക്കി ശുദ്ധമായ ലിഥിയം വേർതിരിച്ചത്. പുതിയതായി കണ്ടെത്തിയ ഈ ലോഹത്തെ കൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആവർത്തന പട്ടികയിൽ പേരിനൊരു മൂലകം. 100 വർഷത്തിലധികം കാലം ലിഥിയം ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങി നിന്ന അപൂർവ പദാർത്ഥമായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. ലിഥിയത്തിൻ്റെ കെമിക്കൽ റിയാക്ഷൻ അപാരാണ്. വായുവിൽ തുറന്നു വെച്ച നിമിഷങ്ങൾക്കകം കത്തിപ്പിടിക്കും, അല്ലെങ്കിൽ ലിഥിയം ഓക്സൈഡായി മാറും. മിനറൽ ഓയിലിൽ മുക്കിയാണ് ലാബുകളിൽ ലിഥിയം അടച്ചു വെച്ചിരുന്നത്. പിന്നെ ലിഥിയം വേർതിരിക്കാൻ ഹൈ ടെമ്പറേച്ചറുള്ള ഇലക്ട്രോളിസിസ് വേണം. അതിന് അക്കാലത്ത് ആരും മെനക്കെടില്ല. കാരണം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ലിഥിയം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കായിരുന്നില്ല. കാലം കുറെ പോയി. 2 ലോക യുദ്ധങ്ങൾ കഴിഞ്ഞു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോൾഡ് വാർ തുടങ്ങി. ആറ്റം ബോംബുകളുടെ കാലമായി. ലിഥിയം ലാബുകളിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ മുതലാണ്. ന്യൂക്ലിയർ ഫിസിക്സിൽ ലിഥിയം 6 ഐസോട്ടോപ്പ് എന്നാൽ രാജാവാണ്. ഹൈഡ്രജൻ ബോംബുണ്ടാക്കാൻ ഇതില്ലാതെ പറ്റില്ല. ഹൈഡ്രജൻ ബോംബിലെ ഫ്യൂഷൻ ഫ്യൂവലായ ട്രിഷിയം ഉണ്ടാക്കുന്നത് ലിഥിയം 6 ഐസോട്ടോപ്പിനെ ന്യൂട്രോൺ കൊണ്ട് ഫ്യൂഷൻ നടത്തിയാണ്. ലിഥിയത്തിൻ്റെ തലവര മാറ്റിയ കണ്ടുപിടുത്തം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മത്സരിച്ച് ലിഥിയം ശേഖരിക്കാൻ തുടങ്ങി. ലിഥിയം 6 ഐസോട്ടോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ലിഥിയം വേണം. കാരണം സാധാരണ ലിഥിയത്തിൽ ആകെ 7.5% മാത്രമേ ലിഥിയം 6 ഐസോട്ടോപ്പ് ഉണ്ടാകൂ. ടെന്നസിയിലെ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിൽ ലിഥിയം 6 ഐസോട്ടോപ്പുകൾ വേർതിരിക്കാൻ അമേരിക്ക പടുകൂറ്റൻ പ്ലാന്റുകൾ തന്നെ സ്ഥാപിച്ചു. കെമിസ്റ്റുകൾ ലിഥിയത്തെക്കുറിച്ച് കുറെ കൂടി പഠിച്ചു. അതിന് വേറെയും പല ഉപയോഗങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ലിഥിയം ഓക്സൈഡ് ചേർക്കുമ്പോൾ ഗ്ലാസുകളുടെയും സെറാമിക്സിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ കോയിഫിഷ്യൻ്റ് കുറയുന്നത് കണ്ടെത്തി. പെട്ടെന്നുള്ള ചൂടും തണുപ്പും കാരണം പൊട്ടിപ്പോകാത്ത സ്പെഷ്യാലിറ്റി ഗ്ലാസുകൾ, കുക്കിംഗ് വെയറുകൾ, ടെലിസ്കോപ്പിക് ലെൻസുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ലിഥിയം ഉപയോഗിക്കാൻ തുടങ്ങി. ലിഥിയം സ്റ്റീറേറ്റ് എന്നു പേരുള്ള ലിഥിയം സോപ്പ് കൊണ്ടുണ്ടാക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഗ്രീസുകൾക്ക് ഹൈ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റും. വാട്ടർ പ്രൂഫുമാണ്. അതോടെ മിലിറ്ററി എയർക്രാഫ്റ്റുകളിലും ടാങ്കുകളിലും കപ്പലുകളിലും ഹെവി മെഷീനറികളിലുമെല്ലാം ബെയറിങ്ങുകളിൽ ലിഥിയം ഗ്രീസ് ഉപയോഗിച്ചു തുടങ്ങി. അതുമാത്രമല്ല, മാനസിക രോഗങ്ങൾക്ക് മരുന്നാണ് ലിഥിയം എന്ന് കൂടി കെമിസ്റ്റുകൾ കണ്ടെത്തി. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ബാലൻസ് ചെയ്ത് ശാന്തമാക്കാൻ ലിഥിയം അയോണുകൾക്ക് കഴിയും. 1949 ഓസ്ട്രേലിയൻ ഡോക്ടറായ ജോൺ കേഡ് ലിഥിയം കൊണ്ട് മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്നുണ്ടാക്കാൻ പേറ്റന്റ് എടുത്തു. ഇന്നും ബൈപോളാർ ഡിസോർഡർ, വിഷാദരോഗം തുടങ്ങിയ ചികിത്സിക്കാൻ ലിഥിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഭൂമിയിൽ ലിഥിയത്തിന് അതിൻ്റെ നിയോഗം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കറുത്ത പെട്രോളിയത്തിന് പകരക്കാരനായ വെളുത്ത പൊന്നെന്ന വിളിപ്പേര് കിട്ടാനുള്ള നിയോഗം. 1970കളിൽ ലോകത്തിൽ വലിയ എണ്ണ പ്രതിസന്ധി ഉണ്ടായി. ഇസ്രായേൽ യോം കിപ്പൂർ യുദ്ധം തുടങ്ങിയപ്പോൾ ഒപെക് രാജ്യങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എണ്ണ കയറ്റുമതി നിർത്തി. ഗ്യാസ് സ്റ്റേഷനുകളൊക്കെ വിജനായി. അന്ന് വെസ്റ്റേൺ വേൾഡ് ഒരു തീരുമാനമെടുത്തു. ഇങ്ങനെ പോരാ, എണ്ണ മാത്രം ആശ്രയിച്ചാൽ രാജ്യം വഴി കിടക്കും. ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ വേണം. അതിനവർ കെമിസ്റ്റുകൾക്ക് കൈമറന്ന കാശ് കൊടുത്തു. അക്കൂട്ടത്തിൽ ഇൻസ്പയർഡായ ഒരാളായിരുന്നു എം സ്റ്റാലി വിറ്റിംഗ്ഹാം. 1978 ടൈറ്റാനിയം ഡിസൾഫൈഡ് കാഥോഡും ലിഥിയം മെറ്റൽ ആനോഡും ഉപയോഗിച്ച് റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററി അദ്ദേഹം വികസിപ്പിച്ചു. ഒരു 2 വോൾട്ട് ബാറ്ററി. തിയററ്റിക്കലി റീചാർജബിൾ ബാറ്ററി യാഥാർത്ഥ്യമായി. പക്ഷേ അതിന് ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. വലിപ്പം വളരെ കൂടുതലാണ്. യൂറോപ്പിലും അമേരിക്കയിലും റിസർച്ച് കൊണ്ടുപിടിച്ചു നടന്നു. സ്റ്റാൻലി വിറ്റിംഗ്ഹാമിൻ്റെ ബാറ്ററിയിലെ ടൈറ്റാനിയം ഡിസൾഫൈഡ് കാഥോഡിന് പകരം ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് കൊണ്ട് കാഥോഡ് ഉണ്ടാക്കി. 1980 ജോൺ ബി ഗുഡിനഫ് ബാറ്ററിയുടെ വോൾട്ടേജ് 2 വോൾട്ടിൽ നിന്ന് 4 വോൾട്ടാക്കി ഉയർത്തി. എനർജി ഡെൻസിറ്റി കൂടിയപ്പോൾ ബാറ്ററിയുടെ വലുപ്പവും കുറഞ്ഞു. അപ്പോഴും പ്രശ്നമുണ്ട്. ജോൺ ഗുഡിനഫിൻ്റെ ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ഡേഞ്ചറസ് ആയ ഒരു കാഥോഡാണ്. അതിന് പെട്ടെന്ന് തീപിടിക്കും, പൊട്ടിത്തെറിക്കും. ജപ്പാനിൽ നിന്നാണ് പരിഹാരം എത്തിയത്. അക്കിര യോഷിനോ 1985 ലിഥിയം ലോഹത്തിന് പകരം കാർബൺ ബേസ്ഡ് പെട്രോളിയം കോക്ക് ആനോഡായി ഉപയോഗിച്ച് ആദ്യത്തെ പ്രാക്ടിക്കലും സേഫുമായ ലിഥിയം അയൺ ബാറ്ററി പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. മനുഷ്യ ചരിത്രത്തിൻ്റെ, നമ്മുടെ നീലഗ്രഹത്തിൻ്റെ വിധി മാറ്റിമറിച്ച ഈ മഹത്തായ കണ്ടെത്തലിനാണ് 2019 3 പേർക്കും
രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. പുതിയ ബാറ്ററി ടെക്നോളജി ഏറ്റെടുക്കാനുള്ള ഭാഗ്യവും പേറ്റന്റുകളും കിട്ടിയത് സോണിക്കായിരുന്നു. 1991 സോണി അവരുടെ ആദ്യത്തെ ലിഥിയം അയൺ ബാറ്ററി ജാപ്പനീസ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ അവതരിപ്പിച്ചു. പിന്നെ സംഭവിച്ചത് കോർപ്പറേറ്റ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിൽപ്പന വിപ്ലവമാണ്. ഫോണുകളിലും ക്യാമറകളിലും പോർട്ടബിൾ ഇലക്ട്രോണിക്സിലും സോണിയുടെ ബാറ്ററി കിട്ടാൻ ലോകമെമ്പാടും നിന്നുള്ള ഇലക്ട്രോണിക്സ് കമ്പനികൾ സോണി ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ കാത്തുകെട്ടിക്കിടന്നു. വെറും 6 മാസം കൊണ്ട് ലോകമെമ്പാടും സോണിയുടെ ലിഥിയം അയൺ ബാറ്ററികൾ നിറഞ്ഞു. ഫിൻലൻഡിലെ ആർട്ടിക് ലാപ്ലാൻഡ് മുതൽ തെക്ക് കേപ്പ് ടൗൺ വരെ സോണിയുടെ പുതിയ ബാറ്ററി എത്താത്ത മുക്കും മൂലയില്ലെന്നായി. അതും വെറും 6 മാസം കൊണ്ട്. ആദ്യകാലത്തെ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ക്യാമറകളിലൊക്കെ വിജയിച്ചെങ്കിലും വലിയ കാറുകളിൽ ഇതെങ്ങനെ പ്രാക്ടിക്കലാകുമെന്ന് അന്ന് ലോകത്തിനറിയില്ല. 1998 പേരിനെങ്കിലും ഉണ്ടായിരുന്ന ഇലക്ട്രിക് കാറുകൾ ഓടിയിരുന്നത് ലെഡ് ആസിഡ് അല്ലെങ്കിൽ നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററികളിലായിരുന്നു. ജപ്പാനിൽ നിന്ന് തന്നെ പരിഹാരം വന്നു. 1998 നിസാൻ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഇലക്ട്രിക് കാറായ നിസാൻ അൾട്ര EV പുറത്തിറക്കി. അധികം ഒന്നും നിർമ്മിച്ചില്ല, ആകെ 200 എണ്ണമേ പുറത്തിറങ്ങിയുള്ളൂ. 2005 നിസാൻ പ്രൊഡക്ഷൻ മോട്ടോകൈവിൽ നിന്നും ആ കാറിൻ്റെ ശേഷിച്ചിരുന്ന 3 എണ്ണം കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു വ്യവസായി വാങ്ങി. പേര് ഇലോൺ മസ്ക്. അദ്ദേഹം സാൻ കാർലോസിലെ ടെസ്ലയുടെ മെയിൻ ഹാളിൽ നിസാൻ അൾട്ര കാറുകൾ അഴിച്ചു പറിച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി. നിസാൻ ഉണ്ടാക്കിയ കാറിൻ്റെ തട്ടുകേടുകളെല്ലാം പരിഹരിച്ച് 2008 ലിഥിയം അയൺ ബാറ്ററിയിൽ ഓടുന്ന ടെസ്ല റോഡ്സ്റ്റർ പിറവിയെടുത്തു. ലോകം ശ്രദ്ധിച്ച മുന്നേറ്റം. ലാപ്ടോപ്പുകളിൽ ഉപയോഗിച്ചിരുന്ന 18650 ടൈപ്പ് ബാറ്ററികളിൽ 6800-ലധികം ലിഥിയം അയൺ സെല്ലുകൾ കൂട്ടിയിണക്കിയാണ് ടെസ്ല റോഡ്സ്റ്ററിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയത്. നല്ല വേഗത്തിൽ ഓടുന്ന, ഒറ്റ ചാർജിൽ 350 കിലോമീറ്ററിലധികം റേഞ്ച് തരുന്ന കാറും ബാറ്ററിയും. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ മസ്ക് വന്നപ്പോഴാണ് മാറിയത്. അതുപോലെ ലിഥിയം ബാറ്ററികളുടെ രക്ഷകനാകാനുള്ള നിയോഗവും അങ്ങേർക്കായിരുന്നു. ടെസ്ലയുടെ വിജയത്തോടെ വമ്പൻ കാർ നിർമ്മാതാക്കളെല്ലാം ലിഥിയം അയൺ സാങ്കേതികവിദ്യ അവരുടെ പ്രൈം ടെക്നോളജിയാക്കി. 2010 ലോകത്തിലെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ഓൾ ഇലക്ട്രിക് കാറായി നിസാൻ ലീഫ് വന്നു. പിന്നാലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഷെവർലെ വോൾട്ട് ലിഥിയം അയൺ വിജയകരമായി ഉപയോഗിച്ചു. പ്രീമിയം സെഡാൻ മാർക്കറ്റിൽ 2022 ടെസ്ല മോഡൽ S1 വിജയമായപ്പോൾ എല്ലാം പൂർത്തിയായി. ഇന്നിപ്പോൾ ലിഥിയം ടെക്നോളജി ഒരുപാട് മാറി. പുതിയ ട്രെൻഡ് LFP എന്ന ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികളാണ്. കൂടുതൽ സേഫും വില കുറഞ്ഞതും ലൈഫുള്ളതുമായ ബാറ്ററികൾ ടാറ്റ നെക്സോൺ EVയിലും BYD കാറുകളിലും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതും പറഞ്ഞിരുന്നാൽ പറ്റില്ല. ലിഥിയത്തിൻ്റെ 2ാം ജീവിതമാണ് അടുത്ത കഥ. ലോകത്തിന് ഇന്ന് ഒരുപാട് ലിഥിയം ആവശ്യമുണ്ട്. ഒരുപാട് എന്നാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും കൂടുതൽ. അതുകൊണ്ടാണ് അതിനുവേണ്ടി നമുക്കറിയാത്ത യുദ്ധങ്ങൾ നടക്കുന്നത്. സ്മാർട്ട് ഫോണിലെ ബാറ്ററിക്ക് 50 ഗ്രാം ലിഥിയത്തിൽ കൂടുതൽ വേണ്ട. എന്നാൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി പാക്കിന് ഏകദേശം 8 മുതൽ 10 കിലോ വരെ ശുദ്ധമായ ലിഥിയം വേണം. ഇത്രയും ലിഥിയം ഉണ്ടാക്കാൻ ലിഥിയം കാർബണേറ്റ് അല്ലെങ്കിൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് 40 മുതൽ 50 കിലോ വരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ലിഥിയം ഇന്ന് വെറും കമ്മോഡിറ്റി അല്ല, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ്. രാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെയും ഗ്രീൻ എനർജി സഫിഷ്യൻസിയെയും നിയന്ത്രിക്കുന്ന ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ. അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, യൂറോപ്യൻ കമ്മീഷൻ, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് മൈൻസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ലിഥിയത്തെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ക്ലീൻ എനർജി ക്രിട്ടിക്കൽ മിനറൽ ആയി പ്രഖ്യാപിച്ചത് വെറുതെയല്ല. ലിഥിയം ഒരു സങ്കീർണ ലോഹമാണ്. അതിലും സങ്കീർണമാണ് അതിൻ്റെ ഖനനവും ശുദ്ധീകരണവും. 3 രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന്, ഹാർഡ് റോക്ക് മൈനിങ്. മൈനിലെ മലകൾ തുറന്ന് ലിഥിയമുള്ള സ്പോഡ്മിൻ സിലിക്കേറ്റ് മിനറൽ അയിര് ലോഡ് ചെയ്യുന്ന രീതിയാണിത്. ഓസ്ട്രേലിയയിലാണ് ഈ രീതി ഏറ്റവും കൂടുതലുള്ളത്. മൈൻ ചെയ്തെടുക്കുന്ന സ്പോഡ്മിൻ 1000 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കി കെമിക്കൽ റിയാക്ഷൻ വരുത്തിയ ശേഷമേ ബാറ്ററി നിർമ്മാണത്തിന് ലിഥിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാർബണേറ്റാക്കി മാറ്റാൻ സാധിക്കൂ. അന്തരീക്ഷ മലിനീകരണം ഈ രീതിയിൽ കൂടുതലാണ്. രണ്ടാമത്തേതാണ് സാൾട്ട് ഫ്ലാഗ് ബ്രൈൻ എക്സ്ട്രാക്ഷൻ. ലോകത്തിൽ ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ള ചിലിയിലും അർജന്റീനയിലും ബൊളീവിയയിലും ഈ രീതിയാണ്. തെക്കേ അമേരിക്കയിലെ ഉയർന്ന പീഠഭൂമികളിൽ കാണുന്ന ഉപ്പുപാടങ്ങൾക്കടിയിലെ ലവണജലത്തിൽ നിന്നാണ് ലിഥിയം വേർതിരിച്ചെടുക്കുന്നത്. സലാറുകൾക്കടിയിലുള്ള അക്വിഫയറുകളിൽ നിന്ന് കട്ടിയുള്ള ഉപ്പുവെള്ളം ആദ്യം പമ്പ് ചെയ്യും. ഉപ്പുണ്ടാക്കുന്ന പോലെ പമ്പ് ചെയ്ത വെള്ളം കുളങ്ങളിൽ നിറയ്ക്കും. മാസങ്ങളോളം സൂര്യപ്രകാശമേറ്റ് ജലം വേപ്പറൈസ് ചെയ്യുമ്പോൾ ഉപ്പിനൊപ്പം ലിഥിയവും കിട്ടും. 12 മുതൽ 18 മാസം വരെ ഇതിന് സമയമെടുക്കും. ഈ സമയനഷ്ടം ഒഴിവാക്കാൻ മറ്റൊരു രീതിയുണ്ട്, ഡയറക്റ്റ് ലിഥിയം എക്സ്ട്രാക്ഷൻ. കെമിക്കൽ അബ്സോർബൻറ്റുകൾ, മെംബ്രെയിനുകൾ അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡുകൾ ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തിൽ നിന്ന് ലിഥിയം അയണുകളെ മാത്രം വേർതിരിച്ചെടുക്കുന്നു. ലിഥിയം വേർതിരിച്ച ശേഷമുള്ള വെള്ളം വീണ്ടും അക്വിഫയറുകളിലേക്ക് പമ്പ് ചെയ്തു വിടുന്നു. അതാണ് ലോകം ബാറ്ററികൾ ഉണ്ടാക്കാൻ തെക്കേ അമേരിക്കയിലേക്ക് നോക്കാൻ കാരണം. ലിഥിയം മുഴുവൻ അവിടെയാണ്. വടക്കൻ ചിലി, വടക്ക് പടിഞ്ഞാറൻ അർജന്റീന, തെക്ക് പടിഞ്ഞാറൻ ബൊളീവിയ എന്നിവയിലൂടെ കടന്നു പോകുന്ന ആൻഡിയൻ ഉപ്പുപാടങ്ങളെ ലിഥിയം ട്രയാങ്കിൾ എന്നാണ് ലോകം വിളിക്കുന്നത് തന്നെ. മില്യൺ കണക്കിന് വർഷങ്ങളായി ആൻഡിയൻ വോൾക്കാനിക് പാറകളിൽ നിന്ന് ഉരുകി ഒഴുകിയെത്തുന്ന മിനറൽസ് പുറത്തേക്ക് ഒഴുക്കില്ലാത്ത തടാകങ്ങളിൽ അടിഞ്ഞുകൂടിയാണ് ഈ ഉപ്പുപാടങ്ങൾ ഉണ്ടായത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ആകെ ലിഥിയത്തിൻ്റെ 60% ഇവിടെയാണ്.
ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ഒപ്പക് എന്താണോ അതാണിന്ന് EV മാർക്കറ്റിൽ ലിഥിയം ട്രയാങ്കിൾ. ചിലിയിലെ സലാർ ഡി അറ്റക്കാമ, ബൊളീവിയയിലെ സലാർ ഡി ഉയിനി, അർജന്റീനയിലെ സലാർ ഡെൽ ഹോംബ്രെ മുവർത്തോ, സലാർ ഡി ഒലോറോസ് ഇതൊക്കെ ലിഥിയം പ്ലേ ഗ്രൗണ്ടുകളാണ്. ലിഥിയം ട്രയാങ്കിളിൽ ഒരുപാട് വർഷമായി കൊമേഴ്സ്യൽ മൈനിങ് നടത്തിയിരുന്ന രാജ്യമാണ് ചിലി. 1979 പിനോഷെ ഭരണകൂടം ലിഥിയത്തെ ആണവോർജ്ജ നിർമ്മാണത്തിന് സാധ്യതയുള്ള സ്ട്രാറ്റജിക് മിനറലായി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കോർഫോയ്ക്ക് മാത്രമാണ് സലാർ ഡി അറ്റക്കാമയിൽ മൈനിങ് നടത്താൻ അനുമതിയുള്ളത്. നിലവിൽ 2 കമ്പനികൾക്ക് മാത്രമാണ് ഇവിടെ പ്രധാനമായും ഉൽപ്പാദന കരാറുകളുള്ളത്. ചിലിയിലെ സോസിഡാഡ് ക്യുമിക്ക മിനറ ഡി ചിലി, ഇത് ചിലിയിലെ വലിയൊരു സ്വകാര്യ കമ്പനിയാണ്. 2 അമേരിക്കൻ കമ്പനിയായ ആൽബെമാർലെ. ചിലിയിലേക്ക് കടന്നു കയറാൻ ചൈന ശ്രമം തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ വഷളായത്. ചൈനയ്ക്കെന്നല്ല, നിലവിലുള്ള അമേരിക്കയെ കൂടി പുറത്താക്കുമെന്ന പ്രഖ്യാപനമാണ് ചിലി നടത്തിയത്. അത് അവർ നടപ്പാക്കുകയും ചെയ്തു. അമേരിക്കൻ കമ്പനി ആൽബെമാർലെ ഇനിയൊരു 17 കൊല്ലം കൂടി കഴിഞ്ഞ് 2043 രാജ്യം വിടണമെന്നാണ് അവരുടെ അന്ത്യശാസനം. ചിലിയിൽ പണി നടക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ചൈനയും അമേരിക്കയും അർജന്റീനയിലേക്ക് എത്തിയത്. അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഉദാഹരണമാണ്. അർജന്റീനയുടെ ഭരണഘടന അനുസരിച്ച് പ്രകൃതി വിഭവങ്ങളുടെ അവകാശം കേന്ദ്ര സർക്കാരിനല്ല, നമ്മുടെ സംസ്ഥാനങ്ങൾ പോലുള്ള പ്രൊവിൻസുകൾക്കാണ്. സുജുയി, സാൽക്ക, കറ്റാമാർക്ക പ്രവിശ്യകളാണ് അർജന്റീനയിലെ ലിഥിയം മൈനിങ് ഭരിക്കുന്നത്. കനമുള്ള പണപ്പെട്ടിയുമായി ചെന്ന ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇവരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. ചൈനീസ് കമ്പനികളായ ഗാൻഫെങ് ലിഥിയം, സിജിൻ മൈനിങ് എന്നിവയ്ക്ക് അർജന്റീനയിൽ കൂറ്റൻ ലിഥിയം മൈനുകളുണ്ട്. അമേരിക്കൻ കമ്പനികളായ അർക്കേഡിയം ലിഥിയം, റിയോ ടിൻഡോ എന്നിവരും ഒപ്പത്തിനുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് കാർ കമ്പനികളായ ജനറൽ മോട്ടോഴ്സിനും പോസ്കോയ്ക്കും ടൊയോട്ട സുഷോയ്ക്കും അർജന്റീനയിൽ ലിഥിയം മൈനിങ് ഉണ്ട്. ബൊളീവിയയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിചിത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം ഡെപ്പോസിറ്റ് ബൊളീവിയയിലാണ്. 23 മില്യൺ മെട്രിക് ടണ്ണിലധികം. എന്നിട്ടും അവിടെ വലിയ മൈനിങ് ആക്ടിവിറ്റി ഇല്ല. 2008 പ്രസിഡന്റായിരുന്ന ഇവോ മൊറേൽസ് ബൊളീവിയൻ ലിഥിയം ദേശസാൽക്കരിച്ചു. വിദേശ കമ്പനികൾക്ക് നേരിട്ട് ഭൂമി സ്വന്തമാക്കാനോ ഖനനം നടത്താനോ അനുമതി നൽകിയില്ല. പകരം സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയായ YLBയെ മൈനിങ് ഏൽപ്പിച്ചു. അവരെ കൊണ്ടൊന്നും നടന്നില്ല. ബൊളീവിയൻ രാഷ്ട്രീയം പലവട്ടം മാറിയപ്പോൾ ഖനനം പാതി വഴിയിൽ നിന്നു. ചൈന ഇപ്പോഴും ബൊളീവിയയിൽ ഖനനത്തിന് ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനികളുടെ കൺസോർഷ്യം അതിനെ പാരവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അർജന്റീനയും ചിലിയും ബൊളീവിയയും ചേർന്ന് ഒരു ലിഥിയം ഒപ്പക് രൂപീകരിക്കാൻ ഏറെക്കാലം ചർച്ച നടന്നിരുന്നു. അതെല്ലാവർക്കും ഭീഷണിയാകുന്നു കണ്ടപ്പോൾ ചൈനയും അമേരിക്കയും ഒരുമിച്ചാണ് പാരവെച്ചത്. പണം ഒരുപാട് ഒഴുകി. ലിഥിയം ഒപ്പക് ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലിഥിയം മൈനിങ്ങിലും ശുദ്ധീകരണത്തിലും അമേരിക്ക ചൈനയ്ക്ക് മുന്നിൽ ഒന്നുമല്ല. ലിഥിയം അയിര്, ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ട ലിഥിയം ഹൈഡ്രോക്സൈഡോ ലിഥിയം കാർബണേറ്റോ ആക്കി മാറ്റുന്ന റിഫൈനറികളുടെ 70% ചൈനയുടെ കയ്യിലാണ്. 100 ലിഥിയം അയോൺ ബാറ്ററികളിൽ 75 എണ്ണം ഉണ്ടാക്കുന്നത് ചൈനയിലാണ്. ഈ റിഫൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് ശേഷിയാണ് ചൈനയുടെ ലിവറേജ്. അവർക്കില്ലാത്തത് ഒന്ന് മാത്രമാണ്, ആവശ്യത്തിനുള്ള ലിഥിയം. ഭൂമിയിലെ ആകെ ലിഥിയം ഡെപ്പോസിറ്റിൽ 10% താഴെ മാത്രമേ ചൈനയുടെ മണ്ണിലുള്ളൂ. അതുകൊണ്ട് എന്താവാൻ? അതാണ് അവർ ലോകം മുഴുവൻ പറന്നു നടന്ന് ലിഥിയം മൈനിങ് ചെയ്യുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അവിടെ ഒരു വിരോധാഭാസം എന്താണെന്നറിയാമോ? അമേരിക്കയും ഫ്രാൻസും കാനഡയും എല്ലാം തെക്കേ അമേരിക്കയിൽ നിന്ന് ലിഥിയം കുഴിച്ചെടുത്ത് കൊണ്ടുവന്നാലും അത് റിഫൈൻ ചെയ്യണമെങ്കിൽ ചൈന വേണം. അതൊരു മിഡ് സ്ട്രീം ബോട്ടിലിനെക്കാണ്. ലിഥിയം പ്രോസസ്സിങ്ങിന് വലിയ ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ വേണം. സമാനതകളില്ലാത്ത പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകും. വെസ്റ്റേൺ വേൾഡിൽ നടക്കാത്തൊരു വ്യവസായമാണത്. ചൈനയ്ക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. തെക്കേ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ലിഥിയം അയിര് കപ്പലുകളിൽ കയറ്റി ചൈനയിലെത്തിച്ച് ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും വാഹന നിർമ്മാതാക്കൾക്ക് എത്തുന്നത്. ഇത് അടുത്ത കാലത്തെങ്ങും പരിഹരിക്കാനാവാത്ത പ്രശ്നമാണ്. അതിന് മറ്റൊരു കാരണമുണ്ട്. അമേരിക്കയും കൂട്ടാളികളും ലിഥിയം ബാറ്ററികളുടെയും EVകളുടെയും ഭാവി കാലം തിരിച്ചറിയുന്നതിന് എത്രയോ മുമ്പ് ചൈനീസ് ഭരണകൂടം കരുക്കൾ നീക്കിയിരുന്നു. ചൈനീസ് സ്റ്റേറ്റ് ബാങ്കുകളിൽ നിന്ന് EV കമ്പനികൾക്ക് കുറഞ്ഞ പലിശയുള്ള വായ്പകളും സോവറിൻ ക്യാപിറ്റൽ നൽകി. ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഈ പണം മൂവ് ചെയ്യാനും മൈനുകളിൽ നിക്ഷേപിക്കാനും അനുമതി നൽകി. ചൈനയിലെ CATL എന്ന കണ്ടംപററി ആംബറക്സ് ടെക്നോളജി കമ്പനി ലിമിറ്റഡ് ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളായി മാറി. വൈകിയാണ് വാഷിംഗ്ടൺ ഉണർന്നത്. ചൈന ഇങ്ങനെ പോയാൽ ലിഥിയത്തിൻ്റെ ലോക വിപണി അവർ പറയുന്നിടത്ത് നിൽക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അമേരിക്ക പുതിയ ചില നയങ്ങൾ കൊണ്ടുവന്നു. ഇലോൺ മസ്ക് അടക്കമുള്ളവരുടെ സമ്മർദ്ദവും അതിലുണ്ട്. അതിലൊന്നാണ് ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ വ്യവസായ നയമാണിത്. അതിലെ ചില നിബന്ധനകൾ ഇതാണ്. 1. EV ബാറ്ററികളിലെ ക്രിട്ടിക്കൽ മിനറൽസ് അമേരിക്കയിലോ അല്ലെങ്കിൽ അമേരിക്കയുമായി സ്വതന്ത്ര വ്യാപാര കരാറുള്ള രാജ്യങ്ങളിലോ ഖനനം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്തതായിരിക്കണം. 2. ഫോറിൻ എൻറ്റിറ്റി ഓഫ് കൺസേൺ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ചൈനീസ് കമ്പനികളുടെ പങ്കാളിത്തമുള്ള ബാറ്ററികൾക്ക് സബ്സിഡി ലഭിക്കില്ല. മനസ്സിലായില്ലേ? പ്രകൃതി സംരക്ഷിക്കലല്ല, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് പ്രധാന ലക്ഷ്യം. ചൈനീസ് സപ്ലൈ ചെയിൻ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങളിൽ റിഫൈനിങ് ശേഷി വർദ്ധിപ്പിക്കുക. അത്ര തന്നെ. ലിഥിയം സൂപ്പർ സ്റ്റാറായ കഥ പറയുമ്പോൾ അതിൻ്റെ വിലയുടെ ചരിത്രവും നോക്കണം. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രൈസ് ബൂമാം ബസ്റ്റ് സൈക്കിളിലൂടെയാണ് ലിഥിയം കടന്നു പോകുന്നത്. 2021 അവസാനത്തിലും 2022 EV ചൂടപ്പം പോലെ ചിലവാകാൻ തുടങ്ങിയപ്പോൾ ലിഥിയത്തിൻ്റെ വിലയും റോക്കറ്റായി.
സപ്ലൈ ചെയിനിൽ വേഗതയില്ലാത്തതും പാനിക് ബൈയിങ്ങും കാരണം ബാറ്ററി ഗ്രേഡ് ലിഥിയം കാർബണേറ്റിന്റെ വില ഒരു ടണ്ണിന് $80,000 വരെ എത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഈ വില അധികകാലം നിന്നില്ല. 2023-ലും 2024-ന്റെ തുടക്കത്തിലും ലിഥിയം വിലയിൽ 80% ഇടിവുണ്ടായി. ഉയർന്ന ലാഭം പ്രതീക്ഷിച്ച് ചൈന, ഓസ്ട്രേലിയയിലും തെക്കേ അമേരിക്കയിലെയും മൈനിങ് വൻതോതിൽ കൂട്ടിയതാണ് കാരണം. മാത്രമല്ല, ആദ്യത്തെ ആവേശം കഴിഞ്ഞപ്പോൾ 2022-ൽ സെക്കൻഡ് ടയറിൽ EV വിൽപ്പന പതിയെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് വിലയും കുറഞ്ഞത്. ഇന്ന് വില സ്റ്റേബിളാണ്, ടണ്ണിന് $22,000. ലിഥിയം ഒരു നിഷ്കളങ്കമായ ലോഹമല്ല, വിഷം തന്നെയാണ്. ആ റിസ്ക് പല ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഡ്രൈ ആയ ചിലിയുടെയും അർജന്റീനയുടെയും ബൊളീവിയയുടെയും ലിഥിയം ട്രയാങ്കിളിൽ മൈനിങ് വലിയ പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്നു. ഒരു ടൺ ലിഥിയം ഉണ്ടാക്കാൻ 20 ലക്ഷം ലിറ്റർ വരെ വെള്ളം വേപ്പറൈസ് ചെയ്ത് കളയണം. അറ്റക്കാമയിലെയും പുനെയിലെയും വാട്ടർ ടേബിളിൻ്റെ ബാലൻസാണ് തെറ്റുന്നത്. ഈ പ്രദേശങ്ങളിൽ ഫ്രഷ് വാട്ടർ ഡെപ്പോസിറ്റുകളും സാൾട്ട് വാട്ടർ ലെയറും തമ്മിൽ നേർത്ത ഒരു സന്തുലിതാവസ്ഥയാണുള്ളത്. ഉപ്പുവെള്ളം ഇങ്ങനെ പരിധിയില്ലാതെ പമ്പ് ചെയ്യുമ്പോൾ കുടിവെള്ളം ഉപയോഗശൂന്യമാവും. ഒരുപാട് ജനകീയ സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കാൻ റീസൈക്ലിംഗ് മാത്രമാണ് പോംവഴിയായി പറയുന്നത്. അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഉപയോഗിച്ച ബാറ്ററികളിൽ നിന്ന് ലിഥിയവും കോബാൾട്ടും നിക്കലും വേർതിരിച്ചെടുത്ത് പുതിയ ബാറ്ററികൾ നിർമ്മിക്കുന്ന രീതിയായ ക്ലോസ്ഡ് ലൂപ്പ് റീസൈക്ലിംഗ് ആണ് EV ബാറ്ററികളുടെ കാര്യത്തിൽ നടക്കുക. ഹൈഡ്രോ മെറ്റലർജിയിലൂടെ പഴയ ബാറ്ററികളിലുള്ള 90%-ലധികം ലിഥിയം വേർതിരിച്ചെടുക്കാനും പറ്റും. റെഡ്യൂസ് മെറ്റീരിയൽസ്, ലീസൈക്കിൾ, ഉമിക്കോർ തുടങ്ങിയ ആഗോള കമ്പനികൾ വൻതോതിൽ റീസൈക്ലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാലും നിലവിൽ ഗ്ലോബൽ ലിഥിയം സപ്ലൈ ചെയിനിൽ റീസൈക്കിൾ ചെയ്ത ലിഥിയം വളരെ കുറവാണ്, 5%-ൽ താഴെ മാത്രം. അതിന് കാരണമുണ്ട്. EV ബാറ്ററികളുടെ ശരാശരി ആയുസ് 8 മുതൽ 12 വർഷം വരെയാണ്. EV വിപ്ലവം തുടങ്ങിയ ശേഷം വിറ്റ വാഹനങ്ങളുടെ ബാറ്ററികളൊന്നും റീസൈക്കിൾ ചെയ്യാറായിട്ടില്ല. ഒരു 5 വർഷം കൂടിയെങ്കിലും കാത്തിരിക്കണം റീസൈക്ലിംഗ് ശക്തമാകാൻ. രണ്ടാമതായി, EV കാറുകളിൽ നിന്നൊക്കെ നീക്കുന്ന ബാറ്ററികൾ നേരിട്ട് റീസൈക്കിൾ ചെയ്യുന്നതിന് പകരം വീടുകളിലെ ഇൻവേർട്ടറിന് വേണ്ടിയും സോളാർ പാനൽ, ഗ്രിഡ് സ്റ്റോറേജിനുമൊക്കെ സെക്കൻഡ് ലൈഫ് ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. ജനങ്ങൾ റീസൈക്ലിങ്ങിന് കൊടുത്താലല്ലേ ലിഥിയം വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? അതോടൊപ്പം ഡേഞ്ചറസ് ആയ കെമിക്കലുകളുള്ള ബാറ്ററികൾ സേഫായി കൊണ്ടുപോകാനുള്ള ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് മിക്ക രാജ്യങ്ങളിലും ഇനിയും സജ്ജമായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ലോകത്തിന് ലിഥിയം തന്നെ വേണമെന്നില്ല. പരിസ്ഥിതിക്ക് കേടാണെങ്കിൽ അവർ മറ്റു വഴികളും നോക്കും. ലിഥിയത്തിൻ്റെ വില, ചൈനയുടെ ആധിപത്യം, ഇതൊക്കെ നേരിടാൻ ഒരു പുതിയ ബദലിനായുള്ള അമേരിക്കൻ ശ്രമങ്ങൾ കൊണ്ടുപിടിക്കുന്നുണ്ട്. അതിലൊന്നാണ് സോഡിയം അയൺ ബാറ്ററികൾ. സോഡിയം ലിഥിയത്തെ പോലെ തന്നെയാണ്. മാത്രമല്ല, കടൽ വെള്ളത്തിൽ നിന്നും കല്ലുപ്പിൽ നിന്നും ഇഷ്ടംപോലെ സോഡിയം കിട്ടും. ചിലവ് കുറവാണ്. ലിഥിയത്തിൻ്റെ പകുതി മാത്രമേ വരൂ. തണുപ്പുള്ള കാലാവസ്ഥയിലും സോഡിയം സ്റ്റേബിളാണ്, അപകടകാരിയല്ല. നിലവിലുള്ള ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ സോഡിയം ബാറ്ററികൾ ഉണ്ടാക്കാം. പ്രധാന പരിമിതി സോഡിയം അയണുകളുടെ വലിപ്പം കൂടുതലായതിനാൽ എനർജി ഡെൻസിറ്റി കുറവാണ്. ഒരുപാട് റേഞ്ച് കിട്ടുന്ന കാർ ബാറ്ററികളുടെ കാര്യത്തിൽ ഇനിയും റിസർച്ച് നടക്കണം. ഇപ്പോൾ തന്നെ ചെറിയ സിറ്റി കാറുകൾ, 2 വീലറുകൾ, ഗ്രിഡ് എനർജി സ്റ്റോറേജ് എന്നിവയിൽ ലിഥിയത്തിന് പകരം സോഡിയം അയൺ ബാറ്ററികൾ അതിവേഗം ഇടം പിടിക്കുന്നുണ്ട്. CATLയും ഹൈനയും ഒക്കെ സോഡിയം ബാറ്ററികൾ വൻതോതിൽ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു ആൾട്ടർനേറ്റീവാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ. നിലവിലുള്ള ലിഥിയം ബാറ്ററികളിൽ ലിക്വിഡ് രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളാണുള്ളത്. ഇതിന് പകരം സോളിഡായ ഇലക്ട്രോലൈറ്റുകളാണ് ഈ ആൾട്ടർനേറ്റീവിൽ ഉപയോഗിക്കുന്നത്. വലിയ എനർജി ഡെൻസിറ്റി കിട്ടാൻ ഒന്നാന്തരാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ. പ്രൊഡക്ഷൻ ചെലവ് കൂടുതലാണെങ്കിലും ടൊയോട്ട, ക്വാണ്ടംസ്കേപ്പ് തുടങ്ങിയ കമ്പനികൾ ഇതിൽ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. ലിഥിയം ഹീറോയാണ്. മനുഷ്യനുണ്ടായതിനു ശേഷം നടന്ന ഏറ്റവും വലിയൊരു മാറ്റത്തിന് ചൂട്ടും പിടിച്ച് മുന്നിലോടിയത് ലിഥിയമാണ്. ലോകം പറയുന്നത് ലിഥിയത്തിന് ഇനിയും ഒരുപാട് ശേഷിയുണ്ടെന്നാണ്. ഈ ബാറ്ററികൾ ഓരോ ദിവസവും കരുത്ത് കൂട്ടുന്നതും അതുകൊണ്ടാണ്. എന്തായാലും ലിഥിയം ആരുടേതെന്ന് തീരുമാനിക്കാനുള്ള യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ നല്ലതിനായി കാത്തിരിക്കാം.